ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരിലും ഈശ്വരാംശം ഉണ്ട്. നമുക്ക് അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഈശ്വരാരാധനകൾ നടത്തുന്ന വിരോധം അത് പല ആൾക്കാരും യേശുവായിട്ടും നബിയായിട്ടും കൃഷ്ണനായിട്ടും പ്രകൃതി ഈശ്വരനായിട്ട് സങ്കല്പിക്കുന്നവരുണ്ട്. അതങ്ങനെ വിരോധമൊന്നുമില്ല. അപ്പോൾ ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ മനസ്സിന് ഉതകുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളും അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലുള്ള ആരാധന കൊണ്ട് അതൊരു ഫലത്തിലേക്കും അത് ലക്ഷ്യത്തിലേക്കും വരാനുള്ളൊരു മാർഗം എന്ന് മാത്രം വിചാരിച്ചാലും അതിനൊരു ഗൈഡൻസാണ് വാസ്തവത്തിൽ ഈ ജ്യോതിഷം. ഇത്രയും കാലത്തെ അനുഭവത്തിൽ, അതായത് ജ്യോതിഷം എങ്ങനെയാണ് അത് പ്രാവർത്തികമാവുക എന്ന് പലർക്കും തോന്നാം. വാസ്തവത്തിൽ ഈ ജ്യോതിഷം എല്ലാവരും പഠിക്കണം എന്നല്ല, ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരിലും ഈശ്വരാംശം ഉണ്ട്. പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു സുഹൃത്തിനെ ആശ്രയിക്കുന്നു, അച്ഛനമ്മമാരെ ആശ്രയിക്കുന്നു. പലതും നമ്മളെല്ലാം കഴിവും ഇതൊക്കെ ഉണ്ടെങ്കിലും ചില കഴിവുകേടുകൾ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് പലതും നിവർത്തിക്കാനായിട്ട് നമ്മളെല്ലാവരും ആശ്രയ ജീവികളൊക്കെ തന്നെയാണ്. അത് നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അഹങ്കാരപ്പെടും, ഞാൻ ആരെ ആശ്രയിക്കില്ല. ആശ്രയിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്വയമേവ ചില പരിമിതികൾ നിശ്ചയിക്കും. അത് മനസ്സിൽ അളവ് വെച്ചിട്ട് നിശ്ചയിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഈശ്വരാരാധനകൾ നടത്തുന്ന വിരോധം അത് പല ആൾക്കാരും യേശുവായിട്ടും നബിയായിട്ടും കൃഷ്ണനായിട്ടും പ്രകൃതി ഈശ്വരനായിട്ട് സങ്കല്പിക്കുന്നവരുണ്ട്. അതങ്ങനെ വിരോധമൊന്നുമില്ല. ഇതിൽ നിന്നും പിന്നെ അടുത്തൊരു സ്റ്റേജാണ്, അതായത് ഓരോരോ യുഗങ്ങളുടെ മാറ്റങ്ങളാണ്. കൃതായുഗത്തിൽ ആരാധനയ്ക്ക് മാധ്യമങ്ങളൊന്നും വേണ്ട. ത്രേതായുഗമായപ്പോഴേക്കും ആരാധനയ്ക്ക് ഈ ക്യാമറയിൽ കാണുന്ന ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ടായാൽ, ഒരു വിളക്കുണ്ടായാൽ നമുക്കൊരു ആരാധിക്കാൻ മനസ്സ് ഏകാഗ്രത ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടാവും. ദ്വാപര യുഗമായപ്പോഴേക്കും ഈ അവതാര പുരുഷന്മാരൊക്കെ വന്നു. അവിടെ രാവണൻ ഉണ്ടായോ, ഈ എല്ലാ ഈശ്വരന്മാരുണ്ടായോ, അയ്യപ്പൻ ഉണ്ടായോ എന്നുള്ളതല്ല വിഷയം. അപ്പോൾ ഇങ്ങനെ ഈ ഓരോരുത്തരുടെയും അവരവരുടെ ക്വാളിറ്റികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗണപതിയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരം കുറഞ്ഞിട്ടുള്ള ആളാണ്, കൃഷ്ണനാണെന്ന് വെച്ചാൽ കറുത്തിട്ടുള്ള ആളാണ്. പിന്നെ ആൾക്കാർ ചോദിക്കും, അപ്പോൾ ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ഫോട്ടോൻ്റെ തൊട്ടിപ്പുറത്ത് ഭഗവതിയുടെ ഫോട്ടോ വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗണപതിയുടെ അമ്പലത്തിൽ ശിവൻ ഉപദേവനായിട്ട് ഉണ്ടാവും. സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ ശിവൻ്റെയും മക്കളല്ലേ ഗണപതിയും സുബ്രഹ്മണ്യനൊക്കെ. അപ്പോൾ ഏറ്റവും പ്രധാന ഏതാണ്? സുബ്രഹ്മണ്യൻ്റെ അമ്പലമാവും ചിലപ്പോൾ. ഹരിപ്പാടൊക്കെ ഉണ്ട്, അവിടെ ഉപദേവനായിട്ട് മറ്റുള്ള ദേവന്മാരും ശിവനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ മനസ്സിന് ഉതകുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളും അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലുള്ള ആരാധന കൊണ്ട് അതൊരു ഫലത്തിലേക്കും അത് ലക്ഷ്യത്തിലേക്കും വരാനുള്ളൊരു മാർഗം എന്ന് മാത്രം വിചാരിച്ചാലും അതിനൊരു ഗൈഡൻസാണ് വാസ്തവത്തിൽ ഈ ജ്യോതിഷം. ഒരു കുമരകം ലേക്ക് റിസോർട്ടിൽ കഴിഞ്ഞ ഒരു 15-18 കൊല്ലം മുമ്പേ വിദേശത്തു നിന്ന് കുറേ പേര് വന്നു. അപ്പോൾ അവർ പ്രൊഫൈലൊക്കെ വേണമെന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതിഷം പഠിച്ചു എന്നുള്ളത് തന്നെയുള്ളൂ. അങ്ങനെ അവർ ബുക്ക് ചെയ്തു. 3 ദിവസം വേണം. ഓ ശരി, 35 പേര് വരുന്നുണ്ട്. ആദ്യം വേണം 10 ദിവസം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര പേരുണ്ടോ ചോദിച്ചാൽ 35 പേരാണ്, അമേരിക്കയിൽ നിന്ന് വരികയാണ്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ കാലത്ത് അപ്പോൾ അവർക്കൊക്കെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നെ സംബന്ധിച്ച് ഈ സ്ലോട്ട് കൊടുക്കാനൊന്നും നമ്മുടെ ഒരു ജ്യോതിഷത്തിൻ്റെ ആശയങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സമയപരിധിയൊന്നുമില്ല, സമയപരിധി ഒട്ടും ഇല്ലാതെയാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, അവർക്കൊരു റിസോർട്ടിനാകുമ്പോൾ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യം ഒരാൾ വന്നു, കഴിഞ്ഞ ജാതകമൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ആരോഗ്യ സംരക്ഷണത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പഠിച്ചതായിരിക്കും, ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാവാനാണ് സാധ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞു. അങ്ങേരെ കഷ്ടിച്ച് ഒക്കെ സമ്മതിച്ചു. നോക്കിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പേര് പറഞ്ഞു. പേരൊക്കെ പറഞ്ഞപ്പോൾ അങ്ങേരെ കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നോക്കി. പേര് ദീപക് ചോപ്ര എന്നാണ്. കേമായിട്ട് നിംഹാൻസ് നിന്ന് സൈക്കോളജിയോ സൈക്കാട്രിയോ കണ്ട് കഴിഞ്ഞിട്ട് അവിടെ അദ്ദേഹം കാലിഫോർണിയയിൽ സ്വന്തമായിട്ട് അദ്ദേഹം ഈ മഹർഷി മഹേഷ് യോഗിയുടെ ഒരു ഡിസൈപ്പിളാണ്. ധ്യാനവും യോഗയും ആയുർവേദവും ഇതൊക്കെ നടത്തുന്ന അദ്ദേഹം കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുക. ദീപക് ചോപ്ര എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടും എനിക്കറിയുമായിരുന്നില്ല. അദ്ദേഹം വലിയൊരു സൈക്കോളജിസ്റ്റാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് ഇവിടെ വന്ന ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് പറയുക അദ്ദേഹം വലിയൊരു കേമനാണല്ലോ. ഓ ശരി. കുറേ പേരെ നോക്കി, ചില കേമായിട്ടുള്ള ഹോളിവുഡ് സ്റ്റാഴ്സിൻ്റെയൊക്കെ നോക്കി, അവരൊക്കെ കൂടി ഒരുമിച്ച് വന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ജാതകം നോക്കിയപ്പോൾ അങ്ങേരെ ജാതകമൊക്കെ നോക്കി. ശരി, റിങ്കിൾസ്, ജോൺ റിങ്കിൾസ് എന്നാണ് പേര്. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. റിങ്കിൾസ് എന്ന് പറഞ്ഞ് ചുയിങ്കണ്ട് ഇവിടെയൊന്നുമില്ല, അമേരിക്കയിലുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഓണറാണ്. എനിക്കതൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജാതകമൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് 5 കുട്ടികളാണ്, 5 മക്കളാണ്. അത് ഓർമ്മയുണ്ടെന്നർത്ഥം. ഇന്ന കുട്ടി കഴിഞ്ഞിട്ട് അതിൽ കുറച്ചൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, ഇന്ന അതൊക്കെ കഴിഞ്ഞു. അറ്റ് പ്രസൻറ്റ് താങ്കൾ മറ്റ് രാഷ്ട്രങ്ങളായിട്ട് ആലോചിച്ചിട്ട് ഒരു ഭക്ഷണ പദാർത്ഥങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഉൽപ്പാദനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചോദിച്ചു. പറഞ്ഞു 2 രാഷ്ട്രങ്ങളായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ ആഫ്രിക്കയിൽ കൾട്ടിവേഷൻ ചെയ്ത് വേറൊരു രാജ്യത്തൊരു വ്യക്തിയും കൂടി ഇൻവെസ്റ്ററേയും കണ്ടുപിടിച്ച് ഈ 3 പേരും കൂടി തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് ഇത്. അദ്ദേഹം പിന്നെ പറയുക ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ജാതകമൊക്കെ നോക്കി അത് പറയണു, രാശിയൊക്കെ നോക്കി അത് ശരിയാവില്ലേ എന്നൊക്കെ നോക്കി പറഞ്ഞു. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, പറയുമ്പോഴാണ് നമുക്ക് തോന്നുക. ഇതേപോലെ സിനിമക്കാരൊക്കെ ധാരാളം വരാറുണ്ട്. കാരണം സിനിമക്കാരും രാഷ്ട്രീയക്കാരൊക്കെ വരുന്നത് അല്ലെങ്കിൽ പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ ആരും പേര് പറയില്ല. ചിലതൊക്കെ നമ്മൾ ഗോപ്പിയായിട്ട് വെക്കണമല്ലോ. അപ്പം അത് ചിലത് ഗോപ്പിയായിട്ട് വെക്കണം, അങ്ങനെ പലതും പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ചില ആൾക്കാരുടെ പറയണോണ്ട് വിരോധമൊന്നുമില്ല എന്നും പറയും. അങ്ങനെ പലതുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടാണ്, അവർ ചെയ്തത് കൊണ്ടാണ്, നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടല്ല അവർക്ക് ഫലം ഉണ്ടാവുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിൽ ധാരണ വേണം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ്, നിങ്ങൾ ഈശ്വര പ്രാർത്ഥനകളുടെ നടത്തുന്നതിൻ്റെ നേട്ടമാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. ഞാനൊരു വഴികാട്ടിയാണെന്ന് മാത്രമേ ജ്യോതിഷത്തിനെ പറ്റിയിട്ട് പറയാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുള്ള പോലെയാണ്. മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് കുറേ എല്ലാം കൂടി കോർത്തിണക്കിയിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടാണ് കിട്ടിയത്, ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പം അത് ഈ ശാസ്ത്രം അതിൻ്റെ മൂല്യത്തോടു കൂടി അവർ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില സർപ്പത്തിന് തുള്ളണ ആൾക്കാരൊക്കെ ഇവിടെ വരിക, എന്നിട്ട് അവർ തുള്ളാൻ പുറപ്പെടുക, അങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പരകായപ്രവേശം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ചില സാഹചര്യങ്ങളൊക്കെ രാശി വയ്ക്കാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സമയത്ത് ചിലത് നമ്മളെ ഭീതിപ്പെടുത്തും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളവിടെ ഈശ്വരനെ നല്ലോണം ധ്യാനിച്ച് മൂകാംബികയും പരദേവതയൊക്കെ ധ്യാനിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർ അതൊക്കെ ശരിയാക്കാം, അതൊക്കെ ജ്യോതിഷ വിധിപ്രകാരമൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവരവിടെ അങ്ങോട്ട് അത് കേൾക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുഭവത്തിൽ. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഒരിക്കൽ അമേരിക്കയിൽ ക്യാമനായിട്ടുള്ളൊരു മന്മഥൻ നായരുണ്ട്. അദ്ദേഹം ഇവിടെ ജാതകം നോക്കാൻ വന്നു, പൊരുത്തം നോക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊരുത്തം നോക്കി ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് തന്നെ തോന്നി ഇദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ അമേരിക്കയിലെ ഡാലസിൽ ഒരു അമ്പലത്തിൻ്റെ പ്രശ്നം നോക്കാനായിട്ട് പോവുക. 10 ഏക്കർ സ്ഥലമുണ്ട് അവിടെ അമ്പലമൊക്കെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഹ്യൂസ്റ്റണിലും അതെ, അവിടെ ആദ്യം ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ രാശി നോക്കാനായിട്ട് പോയിട്ടുണ്ട്. ഡാലസിൽ വേറൊരു അമ്പലത്തിലും ഒക്കെ. പിന്നെ അതേപോലെ തന്നെ ന്യൂയോർക്കിലെ ഒരു അമ്പലം, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല, അതൊക്കെ അമ്പലം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.